അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകീരം. ഈ 3 നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ ഈ ഒരു വിഷു ഫലം കേട്ടിട്ടുണ്ടാവാം. അതിന് ശേഷം ഉള്ള ഒരു ഫലം എന്നുള്ളത് വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരം സ്വക്ഷേത്രത്തിലേക്ക് ഇടവക്കൂറിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ജീവിതത്തിൽ അനവധി ആൾക്കാർക്ക് അനവധി അവസരങ്ങൾ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അനവധി ആൾക്കാർക്ക് ജോലി സംബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ 2-3 ദിവസത്തിലായിട്ട് വിളിക്കുന്നവരിൽ തന്നെ ഇടവക്കൂറുകാരിൽ അനവധി ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി പോകുന്ന ഒരു ലക്ഷണം. അതുതന്നെയാണ് ഇടവക്കൂറുകാർക്ക് പ്രശ്നങ്ങളൊക്കെ തീരുന്ന, ദുരിതങ്ങൾ മാറുന്ന ഒരു കാലഘട്ടമായിട്ട്. കാര്യം ശനിയുടെ ഈ കണ്ടകശനി ദോഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ളൊരു കാര്യം വലിയൊരു സമാശ്വാസം പോലെ തന്നെയാണ് ഈ ഒരു വാരം അങ്ങനെ തന്നെയാണ് കടന്നു പോവുക. അതോടെങ്കിൽ ആരോഗ്യ കാര്യത്തിൽ ലേശം ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. പാദരോഗങ്ങൾ, അതോടൊപ്പം തന്നെ ഉദര രോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശിരോ സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് മധ്യവയസ്സുള്ളവരാവട്ടെ, ചെറിയ കുട്ടികൾ, ഇങ്ങനെ ഈ 2 തരത്തിലുള്ളവർക്കാണ് അത് പെട്ടെന്ന് ബാധിക്കുന്നതായിട്ട് കാണാം നമുക്ക്. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് അധ്യാപകന്മാരടക്കം എല്ലാവർക്കും വളരെയധികം ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പെരുമാറാനും സാധിക്കുന്ന ഒരു വാരമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ വേണ്ടി സാധിക്കും. വാഹനാദി വിഷയങ്ങളിലൊക്കെ ക്ലേശതകളും കഷ്ടതകളും വന്നിട്ടുള്ളവർ, ബുദ്ധിമുട്ടുകൾ ഉള്ളവരെ സംബന്ധിച്ച് അതൊക്കെ തീർന്നു മാറുന്നതായ ഒരു കാലഘട്ടമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കാം. വാഹന ഇടപാടുകളിലൊക്കെ ഒരു അനുകൂലം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമായിട്ട് വരും. അങ്ങനെയെങ്കിൽ ചന്ദ്രൻ്റെ സഞ്ചാരഗതി ഏറെക്കുറെ ധനുരാശി വരെയാണ് ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ആ ഒരു ധനുരാശിയിലേക്ക് വരുമ്പോൾ തന്നെ വിവാഹ വിഷയങ്ങളിലൊക്കെ തടസ്സമുള്ളവർക്കോ അല്ലെങ്കിൽ വിവാഹ പ്രൊപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ചേരുന്ന ജാതകങ്ങൾ, ഇതൊക്കെ വലിയ കാര്യമാണ്. അത് അറിയുന്നവരെ സംബന്ധിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുള്ളൂ. ചേരുന്നത് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പം അനവധി ജാതകം വരാനൊരു ബുദ്ധിമുട്ട്. കുറേ പേർക്ക് അങ്ങനെയല്ല, അത് വന്നു കഴിഞ്ഞാൽ ഇത് ഒത്ത നക്ഷത്രങ്ങൾ കിട്ടിയാലല്ലേ ഇപ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ഇത് ഒത്തിട്ടുള്ളത് അനവധി വരാനുള്ള ഒരു യോഗങ്ങളൊക്കെ ആ ചന്ദ്രൻ്റെ സഞ്ചാരം ഇടവക്കൂറുകാർക്ക് വളരെയധികം 7ാമത്തെ രാശിയിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ്. അതൊക്കെ വളരെയധികം നല്ലതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എങ്കിൽ ആ ഒരു ശുക്രൻ്റെ സഞ്ചാരം ഇവിടെ വരുന്നത് കൊണ്ട് ഉള്ള സമ്പത്തുകൾ നശിക്കാതെയോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ സ്വർണം പോലുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനോ അതിനൊക്കെ ഒരു കരുതൽ, ശ്രദ്ധ നല്ലതുപോലെ ഉണ്ടാവണം. എത്ര ആൾക്കാർ പറയാറുണ്ട് സ്വർണം നഷ്ടപ്പെടുക. ഇതിപ്പോൾ ഒരു പവൻ, 1 ഗ്രാമിൻ്റെ പൈസയൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇല്ലേ. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോവാന്ന് പറയുമ്പോൾ തന്നെ അത് ചിന്തിക്കാൻ പറ്റില്ല സാധാരണക്കാരെ സംബന്ധിച്ച്. അങ്ങനെയുള്ളതൊക്കെ അശ്രദ്ധ കൊണ്ട് ഉണ്ടാവുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ സാധിക്കണം ഈ ഒരു വാരത്തിൽ. അതോടൊപ്പം തന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ പറഞ്ഞല്ലോ, അതൊക്കെ വളരെ അനുകൂലം തന്നെയായിട്ട് ഈ ഒരു ആഴ്ചയെ നമുക്ക് മനസ്സിലാക്കാം. കർമ്മ മേഖലയിൽ സ്വാശ്രയ നിത്യവേതന ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച്, വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചും കടകളിലും മറ്റൊക്കെ ജോലി ചെയ്യുന്ന എത്രയോ പേരാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അവരൊക്കെ എത്രയോ പേര് ഇത് കാണാറുണ്ട്, നമ്മളെ വിളിക്കാറുണ്ട്, പറയാറുണ്ട്. അവരൊക്കെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലം തന്നെയാണ്. സമ്പത്തുകൾ ഉള്ളവരെ സംബന്ധിച്ചിട്ട് അതിന് അശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ്. ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുക, അതോടൊപ്പം തന്നെ എള്ളുതിരി. ഇപ്പോൾ ഇന്നലെ ആരോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, എള്ളുതിരി വീട്ടിൽ സ്വയമേവ ഉണ്ടാക്കി കത്തിക്കുക. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. നമ്മൾ എല്ലാത്തിനും മറ്റുള്ളതിനെ ആശ്രയിക്കും വേണ്ട. ഇനി അഥവാ തിരക്കായിട്ട് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ കാലത്ത് ഇത് ചെയ്തിട്ട് 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഈ ഒരു വാരത്തിൽ. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റിലമാല ചാർത്തുക, വെണ്ണ നിവേദിക്കുക, വടമാല നിവേദിക്കുക, അതൊക്കെ പൂർത്തീകരിക്കുക. ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നതോ ധാര തൊഴുത് പ്രസാദം വാങ്ങുക, ഇതൊക്കെ വളരെയധികം നല്ലതാണ്. കാലത്ത് എഴുന്നേറ്റ് പോവുക, ധാര തൊഴുത് പ്രസാദം വാങ്ങുന്നതൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു വാരത്തിൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. അതൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ച് മനസ്സ് നല്ലതുപോലെ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നന്ദി, നമസ്കാരം.